ഒരു കൃഷിക്കാരന് കുറച്ച് ആടുകളുണ്ടായിരുന്നു വീട്ടില്. ആടില്ലേ, ആട്. അപ്പൊ ഈ ആടുകളെ മേയ്ക്കാനായിട്ട് പുല്ലുള്ള സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ അതിന് കുറച്ച് ഒരു 5-8 ആടുകളുണ്ട്. അതിന് പക്ഷെ ഒരു ആടിന് നടക്കാൻ വയ്യ. കാലോട് ഇങ്ങനെ മുടന്തി നടക്കില്ലേ, അല്ലേ? ഇങ്ങനെ ഇവിടെ എന്താ പറയാ, കൊച്ചി നടക്കാണ്, എന്താ പറയാ, കൊക്കി നടക്കും. ഒരു കാലിൽ നീളം കുറവാ. അപ്പൊ ഇങ്ങനെ ആടിന് മറ്റാടുകളുടെ കൂടെ ഓടി എത്തില്ല. അപ്പൊ ഈ ആടിനെ എന്ത് ചെയ്യും അവര്? തീറ്റാൻ കൊണ്ടുപോവില്ല, കൂട്ടിലിടും. അതിനുള്ള തീറ്റ പുല്ലൊക്കെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടു. അപ്പൊ അങ്ങനെ പോയപ്പോ എല്ലാം മറ്റാടുകളൊക്കെ പോകും. ഈ ആടിനെ അവരെന്താ പറയാ, കൊച്ചനാട് എന്ന് വിളിക്കും. കൊച്ചി നടക്കുകൊണ്ട് കൊച്ചനാട് എന്ന് വിളിക്കും. ഒരു ദിവസം കൊച്ചനാട് പറഞ്ഞു, എന്നെ കൊണ്ടുപോവോ, ഞാൻ നിങ്ങളുടെ കൂടെ പുല്ല് തിന്നാൻ വന്നോട്ടെ. കുന്നിന്റെ ചെരുവിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാമല്ലേ. വലിയ മരങ്ങൾ കാണാം, പുൽമേടുകൾ കാണാം. അതിലൊക്കെ കൂട്ടം കൂടി തുന്നിങ്ങനെ രസിച്ച് നടക്കാം. നിങ്ങൾക്ക് അങ്ങനെ നടന്നു പോവാനല്ലേ ഇഷ്ടം? ഏത് സമയം അടച്ചുകൂട്ടിയിരിക്കാൻ ഇഷ്ടമാണോ? ആണോ? ക്ലാസ് മുറിയിൽ തന്നെ കളിക്കാൻ പോവാൻ ഇഷ്ടമല്ലേ? അപ്പൊ കൊച്ചനാട് പറഞ്ഞു, ഞാനുണ്ട്. അങ്ങനെ ഒരു ദിവസം കൊച്ചനാട് ഇവരുടെ കൂടെ തിന്നാൻ പോയി. അങ്ങനെ പോയി കൂട്ടം തെറ്റി. മറ്റവരുടെ അടുത്തുനിന്നൊക്കെ കൊച്ചനാട് ഒറ്റപ്പെട്ടു. കുഞ്ഞൻ ചെരുവാണ്, ആരുമില്ല കൂടെ. അമ്മേനെയും കൂടെയുള്ള ആടുകളെ ഒന്നും കാണാനില്ല. അപ്പൊ എന്താ ചെയ്യാ കൊച്ചനാട്? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആരുമില്ലാതെ അറിയാത്ത വഴിയിൽ പെട്ടാല് എന്താ ചെയ്യാ? പേടിക്കും, അല്ലേ? കൊച്ചനാടിന് പക്ഷെ പേടി അത്രയില്ല. കൊച്ചനാട് എന്ത് ചെയ്തു? എന്തായാലും ഇനിയിപ്പോ തിരിച്ചു വീട്ടിലേക്ക് എത്താൻ പറ്റില്ല. മഴയും വരുന്നുണ്ട്. അപ്പൊ മഴ വരുമ്പോ എവിടെ കയറി നിൽക്കണ്ടേ? അപ്പൊ കൊച്ചനാട് പതുക്കെ ഇങ്ങനെ പോയപ്പോ ഒരു ഗുഹ കണ്ടു, വലിയൊരു ഗുഹ കണ്ടു. അപ്പൊ കൊച്ചനാട് പതുക്കെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഗുഹയില് കയറിയിരുന്നു. കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോ മഴ വരുന്നുണ്ട്. അപ്പൊ 2 മനുഷ്യന്മാര് ഒരു തെങ്ങിൻ തടി തെങ്ങിയിരുന്നിട്ട് മില്ലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ അത് ഒരു തടി ഇവിടെ വെച്ചിട്ട് മറ്റാൾ അപ്പുറം പിടിച്ച് 2 പേരും ഈ മരത്തടിയുമായിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ മഴ വരുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? മഴ മാറിയിട്ട് പോവാം. 2 പേരും കൂടി ഗുഹയുടെ ഉള്ളിൽ കയറിയിരുന്നു. മരത്തടി ഉള്ളിലേക്ക് കയറ്റി വെച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോണ്ട് ഒരു ആമ ഇഴഞ്ഞ് അതിലേ വരും. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ആമ എത്ര സ്പീഡിൽ പോവോ? ഇല്ലേ? ആമ മെല്ലെ പോയി. പിന്നെ ആമയ്ക്ക് ഒരു പ്രത്യേകത ഇല്ലേ? പുറത്ത് എന്താണത്? ഒരു ഓട് പോലെ സാധനം, ഒരു പാറക്കല്ലാനെ തോന്നുള്ളൂ കണ്ടാലല്ലേ. ആമയും മഴ വരുന്നുണ്ട്. അപ്പൊ ഈ ഗുഹയിലേക്ക് ഇവര് വിളിച്ചു കയറ്റി, നിങ്ങോട്ട് പോകുന്നോ? ഈ മഴയൊന്നും കൊണ്ട് ഇങ്ങനെ പോകണ്ട, നമുക്ക് നാളെ രാവിലെ പോവാം. അപ്പൊ ആമയും കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കഴുതന് ചിത്രം കണ്ടിട്ടില്ലേ? കഴുതയുണ്ട് അതിന് പോയി. അപ്പൊ കഴുതയോടും പറഞ്ഞു, ഈ മഴയും കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്, നമുക്ക് കാറ്റും മഴയൊക്കെ മാറി നാളെ പോവാം. കൊച്ചനാട് ആ കഴുതയെയും ഉള്ളിലേക്ക് വിളിച്ച് കയറ്റി. അപ്പോഴേക്കും ഗുഹ നിറഞ്ഞു. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഒരു പാറക്കല്ലൊക്കെ എടുത്തിട്ട് ഉള്ളിൽ നിന്ന് കല്ലുണ്ടായിരുന്നു, അതൊക്കെ നീട്ടി ഗുഹ അടച്ചു വെച്ചു. അപ്പൊ ഗുഹയുടെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? കൊച്ചനാടുണ്ട്, ആമയുണ്ട്, 2 മനുഷ്യന്മാരുണ്ട്. അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു മരത്തടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കഴുതയുണ്ട്, അല്ലേ? ഇവരൊക്കെ അതിന്റെ ഉള്ളില് മഴ മാറിയിട്ട് രാവിലെ പോകാന്ന് വിചാരിച്ചു ഒളിച്ചു. കുറച്ചു കഴിഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴാ പുറത്തുനിന്നൊരു ശബ്ദം. സിംഹം, അല്ലേ? ഗുഹയുടെ അടുത്ത് വന്ന് ഇങ്ങനെ വാതിലിക്കല് പാറയൊക്കെ ഇങ്ങനെ മാന്തുണ്ട്. ആരുടെ ഉള്ളില്? എങ്ങനെ ചോദിച്ച്
എങ്ങനെ ചോദിക്കുക? സിംഹം ഗർജിച്ചു. അല്ല, സിംഹം ഇങ്ങനെ കീഴാണ് ശബ്ദം? ഇല്ല, സിംഹ രാജാവാണ് അല്ലേ, കാട്ടിലെ രാജാവാണ്. ഭയങ്കര ഒരടി കൊണ്ടുകഴിഞ്ഞാൽ ആന പോലും വരും, അത്ര കരുത്തുള്ള സിംഹം വന്നിട്ട്. സിംഹം വന്ന് നോക്കുമ്പോ സിംഹത്തിന്റെ ഗുഹയാണത്. സിംഹത്തിന്റെ വീട് വാതിലൊക്കെ അടച്ചിരിക്കുന്നു. അപ്പൊ ആരാ അതിന്റെ ഉള്ളില്? എല്ലാവരും പേടിച്ചു വിറച്ചു. ശബ്ദം കേട്ടപ്പോ മനസ്സിലായി സിംഹം. പക്ഷേ കൊച്ചനാടിന് ഒരു പേടിയും തോന്നിയില്ല. നല്ല സൂത്രക്കാരനാണ് കൊച്ചനാട്. കൊച്ചനാട് പറഞ്ഞു, പുറത്താരാണെന്ന്. അപ്പൊ സിംഹം പുറത്ത്, സിംഹര ഞാൻ ഇവിടുത്തെ രാജാവാണ്, സിംഹമാണ്, അകത്താരാണ്. അപ്പൊ കൊച്ചനാട് എന്ത് പറഞ്ഞു? അവിടെ ഇങ്ങനെ ഗുഹയുടെ ഉള്ളിന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ വലുതായി മോങ്ങി കേൾക്കും അല്ലേ? നമ്മൾ പാത്രത്തിന്റെ ഉള്ളിലൊക്കെ തലയിട്ട് നമ്മൾ സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു മുഴക്കുണ്ടാവില്ലേ? അപ്പൊ കൊച്ചനാട് ഗുഹയിൽ ഇങ്ങനെ ഉറക്ക വിളിച്ചു പറഞ്ഞു, ഞാൻ കൊച്ചനാടാണെന്ന്. ആടിന്റെ ശബ്ദം ഞാൻ മാറ്റി നല്ല ഇതിൽ പറഞ്ഞു, ഞാൻ കൊച്ചനാടാണ്. സിംഹം പേടിച്ചു. സിംഹം ആദ്യമായിട്ട് കേൾക്കണം ഇങ്ങനെ ഒരു പേര്. ആദ്യമായിട്ട് ആരാ ഉള്ളിലുള്ളതെന്ന് സിംഹത്തിന് മനസ്സിലായില്ല. സിംഹത്തിനൊരു സംശയം. കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ വന്നു. അപ്പൊ സിംഹം പറഞ്ഞു, കൊച്ചനാടിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മുള്ളമ്പന്നിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കൂട്ടത്തില് ഞാൻ കഥയിൽ വിട്ടുപോയതാ. ഒരു മുള്ളമ്പന്നിയുടെ മുള്ളമ്പന്നിയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? എന്താ പ്രത്യേകത? നീലൊക്കെ മുള്ളണം അല്ലേ, നല്ല മൂർച്ചുള്ള മുള്ളാണ്. മുള്ളമ്പന്നി ഇങ്ങനെ നടക്കുമ്പോ അതിനറിയില്ല, പക്ഷെ ശത്രുക്കൾ വരുമ്പോ മുള്ളമ്പന്നി മുള്ളിങ്ങോട്ട് വിടർത്തും. സിംഹമായാലും ഏത് ജീവികളായാലും മുള്ളമ്പന്നിയുടെ മുള്ളു തട്ടിയാൽ അവര് ഓടും. അപ്പൊ കൊച്ചനാട് മുള്ളമ്പന്നിയുടെ ഒരു മുള്ളെടുത്തിട്ട് കഴുതയ്ക്ക് ഒരു കുത്താണ് കൊടുക്കും. എന്താണ്ടാവോ? എന്താണ്ടാവുക? കഴുത ഒരൊറ്റ ചീറല് ഉപയോഗിച്ചിട്ടേ. അപ്പൊ ആ ഗുഹയുടെ ഉള്ളിൽ നിന്നുള്ള മുഴക്കം കേട്ടപ്പോ സിംഹം പേടിച്ച് ഞെട്ടിപ്പോയി. കൊച്ചനാട് ഞാൻ വിചാരിച്ച പോലുള്ള ആളൊന്നല്ല, ഭയങ്കര ശബ്ദമാണല്ലോ. അപ്പൊ വീണ്ടും സിംഹം ഇങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് പറഞ്ഞു, എന്നാ കൊച്ചനാടിന്റെ രോഗം ഒന്ന് കാണട്ടെ, ഒരു രോഗം ഒന്ന് കാണിച്ചു തരാൻ. അപ്പൊ ഈ മുള്ളമ്പന്നിയുടെ മുള്ളില്ലേ, അതിങ്ങനെ പതുക്കാൻ വിട്ടുകൊടുത്തു. ഒരു രോഗം ഇങ്ങനെയാണെങ്കിൽ ഉള്ളിലുള്ള ജീവി എന്തായിരിക്കും അല്ലേ? സിംഹത്തിന് സിംഹം ഒന്ന് പിന്നാക്കം വെച്ചു. എന്നിട്ട് വീണ്ടും ചോദിച്ചു. അപ്പൊ സിംഹത്തിന്റെ ധൈര്യം കുറഞ്ഞു. സിംഹം ചോദിച്ചു, കൊച്ചനാടിന്റെ കാലൊന്ന് കാണട്ടെ. സിംഹത്തിന്റെ ധൈര്യമൊക്കെ പോയി. അതൊക്കെ ഇങ്ങനെ വന്ന് ഓടാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പിന്നാക്കം ഓടാനേ. അപ്പൊ എന്തായിരിക്കും കൊച്ചനാട് ചെയ്യുക? എന്താ ചെയ്യാ? കൊച്ചനാട് എന്ത് ചെയ്തു? ഈ മരക്കടിയില്ലേ അത് പതുക്കെ എല്ലാവരും കൂടി ഉന്തി കൊടുത്തു. ഈ പാറയുടെ കുടങ്ങിൽ കൂടെ സിംഹം അത് കണ്ട് ഞെട്ടിപ്പോയി. കാലിന്റെ ഇടിയും ഒരു ഇത്ര പോകുന്നൊരു കാലം. അപ്പൊ ഇതിന്റെ ഗുഹയുടെ ഉള്ളിലുള്ള ജീവി, ഈ കൊച്ചനാട് എന്ന് പറയുന്ന ജീവി ഒരു ഭീകര ജീവിയാണ്. ഈ സിംഹത്തിനെ വെച്ചേക്കില്ല. അപ്പൊ സിംഹം പിന്നെ ഒരൊറ്റ ഓട്ടം കൊടുത്തു. പിന്നെ അവിടെ നിന്നില്ല, പേടിച്ചോടി. സിംഹം പേടിച്ചോടി. സിംഹം അങ്ങനെ പേടിച്ചോടുന്ന നേരത്ത് ഒരു കുറുക്കൻ കണ്ടു. കുറുക്കനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങളുടെയൊക്കെ നാട്ടില്, എന്റെ വീടൊക്കെ ഇങ്ങനെ ഒരു തുറന്ന പ്രദേശത്താണ്. അവിടെ ഇതൊന്നുമില്ലാത്ത അവിടെയൊക്കെ കുറുക്കന്മാര് ഇടയ്ക്കൊക്കെ കാണാം അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്? എവിടുന്ന കണ്ടിട്ടുള്ളത്? അവിടെ ആൾത്താമസമൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ പറമ്പിലൊക്കെ ഇപ്പൊ കുറുക്കന്മാരും മയിലുകളും ഒക്കെ കയറി വന്നു തുടങ്ങിയില്ലേ കാട്ടിലൊക്കെ?
ആ മയിലും കുരങ്ങന്മാര് വരും. കടുവ ഇല്ലേ, കടുവയൊക്കെ വന്ന് നാട്ടിലിറങ്ങുന്നൊക്കെ പറഞ്ഞ പത്രത്തിലൊക്കെ കണ്ടില്ലേ? ഞങ്ങളുടെ നാടിന്റെ അടുത്ത കരുവാരക്കുണ്ട് കടുവയെ കൂട്ടിലിട്ട് പിടിച്ചു എന്നൊക്കെ ടിവിയിലൊക്കെ കണ്ടില്ലേ? ആ അപ്പൊ കുറുക്കൻ സിംഹം ഓടുന്നുണ്ട്. അപ്പൊ കുറുക്കൻ ചോദിച്ചു, ഏയ് തിരുമനസേ, അത് തിരുമനസം സിംഹരാജാവല്ലേ അല്ലേ? സിംഹരാജാവാണ്. അപ്പൊ സിംഹരാജാവിനെ എടോ സിംഹം എന്ന് പറയാൻ പറ്റുമോ? സർ അല്ലേ? നമ്മൾ ബഹുമാനത്തെ ആൾക്കാരെ എന്താ പറയാ? സർ എന്നൊക്കെ പറയും. അപ്പൊ സിംഹത്തിനോട് ചോദിച്ചു, അയ്യോ തിരുമനസ് എന്താ ഓടുന്നത്? എന്താ നിൽക്കൂ. അപ്പൊ സിംഹം പറഞ്ഞു, നിനക്ക് ജീവൻ വേണമെങ്കിൽ എന്റെ കൂടെ പോകാം. അവിടെ എന്തോ ഒരു പുതിയൊരു ജീവി വന്നിട്ട്, അയ്യോ ഭയങ്കര ഒരു ഭീകര ജീവി. പേടിച്ചു പോയി. അതിന്റെ കാലാണെങ്കിൽ ഒരു മരത്തിന്റെ അത്ര പോണ കാല്, അതിന്റെ മേലുള്ള പേനാണെങ്കിലോ ഒയ്യോ ഒരു പാറക്കല്ല് പോലെയുള്ള പേൻ. അപ്പൊ പേനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവര് ആമേനെ പിടിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. ആ ഭീകര ജീവിയുടെ മേലുള്ള പേൻ ഒരു പാറക്കല്ലിന്റെ അത്ര പോയി. അതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. രോമമാണെങ്കിലോ ഒരു ആണിയുടെ അത്ര വണ്ണും ഉറപ്പുള്ളത്. അതുകൊണ്ട് ഞാൻ ആ വഴിക്കില്ല, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്, ഈ കാട് വിട്ടു പോവുകയാണ് സിംഹം. അപ്പൊ കുറുക്കൻ പറഞ്ഞു, ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. കാട്ടില് അങ്ങല്ലാതെ വേറൊരാള് സിംഹത്തിനേക്കാളും വലിയൊരു ജീവി അതാരാ? അതല്ല, അങ്ങനെ ആരോ കളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വരാം, നമുക്കൊന്ന് പോയി നോക്കാം. എന്നിട്ട് കുറച്ചു ദൂരം കിട്. അപ്പോ സിംഹത്തിന് പേടി. ഇനി അവിടേക്ക് ചെന്നാൽ എന്താ ഉണ്ടാവുക? ആ ഭീകര ജീവി അല്ലേ, ഇവിടെ ഉള്ളിലുള്ള ഭൂതം തന്നെ വെച്ചേക്കുവോ? ഇല്ല, പിടിച്ചു തിന്നു. അപ്പൊ സിംഹം അല്ല, നീ വേണമെങ്കിൽ പോയിക്കോ. കുറുക്കന് മനസ്സിലായി ഇത് എന്ത്, കുറുക്കൻ സൂത്രക്കാരനാണ്, അങ്ങനെയല്ലേ പറയാ? എല്ലാ കഥയിലും കുറുക്കൻ കൗശലക്കാരനാണ്. അപ്പൊ കുറുക്കന് മനസ്സിലായി ഇത് എന്തോ ഒരു കളിയുണ്ട്. ഈ മൃഗരാജാവിനെ സിംഹത്തിന് ആരോ പറ്റിച്ചതാണ്. കുറുക്കൻ പറഞ്ഞു, അത് സാരില്ല, തിരുമനസ് പേടിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാലുകൾ നമ്മൾ കൂട്ടിക്കെട്ടാം. അപ്പൊ ഞാൻ എന്ത് വന്നാലും ഞാനുണ്ട് കൂടെ, ഞാൻ ഓടിപ്പോകില്ല. തിരുമനസ് മുമ്പിൽ നടന്നുകൊണ്ടാണ്. സിംഹത്തിന്റെ വാലും കുറുക്കന്റെ വാലും തമ്മിൽ അവരാണ് കൂട്ടിക്കെട്ടി. നിങ്ങൾ ആലോചിച്ച് കാണുന്നുണ്ടോ മനസ്സില്? ഒരു സിംഹവും ഒരു കുറുക്കനും കൂടി വാല് കൂട്ടിക്കെട്ടി വീണ്ടും ആ ഗുഹയുടെ മുന്നിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അപ്പൊ ഇവരുടെ ശബ്ദം, ആരുടെ ആ ഗുഹയിലെന്ന് ചോദിച്ചു കുറുക്കൻ. അപ്പൊ കൊച്ചനാടിന് മനസ്സിലായി ഇവര് തിരിച്ചു വന്നിട്ടുണ്ട്. പതുക്കെ പുറത്തേക്ക് നോക്കി. അപ്പൊ ഒരു കുറുക്കനും സിംഹം അങ്ങനെ പിന്നില്ല നിൽക്കുന്നത്, ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. പേടി മാറിയിട്ടില്ല. രാജാവാണെന്ന് പേര് മാത്രമേ ഉള്ളൂ. ബുദ്ധി ആർക്കാ കൂടുതല്? കുറുക്കനാണ്. അപ്പൊ കുറുക്കൻ രാജാവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാം. ആരടാ ഗുഹയിൽ വന്ന് കയറിയത്? അപ്പൊ കൊച്ചനാട് ഒരു സൂത്രം പ്രയോഗിച്ചു. കൊച്ചനാട് പറഞ്ഞു, എടാ കുറുക്ക, നിന്നോട് ഞാൻ 10 സിംഹത്തിനല്ലേ കൊണ്ടുവരാൻ പറഞ്ഞു എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചാവാളി സിംഹത്തിനെ മാത്രം കിട്ടുള്ളൂ ഉറക്കൻ. അത് കേട്ടാ പിന്നെ സിംഹം അവിടെ നിൽക്കുവോ? രാജാവ് 10 സിംഹത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് വലിച്ചു കെട്ടി കൊണ്ടുവന്നത് ഈ ഒരു ചാവാളി സിംഹത്തിനെ നിനക്ക് കിട്ടിയുള്ളൂ. അത് കേട്ടോ, കേട്ട മതി, കേൾക്കാത്ത മതി. സിംഹം ഒറ്റയോട്ടം കൊടുത്തു. സിംഹം ഓടി. അപ്പൊ കുറുക്കനോ? കുറുക്കന് എന്ത് പറ്റും? കുറുക്കൻ എവിടെയോ